യോഗി ആദിത്യനാഥിന് സുപ്രീം കോടതിയിൽ നിന്നും വൻ തിരിച്ചടി. അയോധ്യ രാംക്ഷേത്ര ഡൊണേഷൻ സ്കാം പുറത്തു കൊണ്ടുവന്ന ജേർണലിസ്റ്റിനെതിരെ UP പോലീസ് ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെതിരെയാണ് ഇപ്പോൾ സുപ്രീം കോടതി രംഗത്ത് വന്നിട്ടുള്ളത്. നമുക്കത് ഡീറ്റെയിൽ ചെയ്യാം. അയോധ്യ രാംക്ഷേത്ര ഡൊണേഷൻ സ്കാം പുറത്തു കൊണ്ടുവന്നത് ഒരു ഇൻഡിപെൻഡന്റ് ജേർണലിസ്റ്റ് ആണ്, അഭിഷേക് ഉപാധ്യായ. അവർക്കെതിരെയാണ് ഗാസിയാബാദ് പോലീസ് ഇപ്പോൾ ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതായത് റോഡിൽ കൃത്യമായ രീതിയിൽ വണ്ടി ഓടിക്കാതെ മറ്റൊരു വണ്ടിയെ അടിക്കുകയും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടാണ് FIR ഗാസിയാബാദ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇവിടെ ഇപ്പോൾ ഈ ഒരു ഉപാധ്യായ, അതായത് ജേർണലിസ്റ്റ്, സുപ്രീം കോടതിയാണ് അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. ഉപാധ്യായ പറഞ്ഞിട്ടുള്ളത് FIR കോപ്പി എനിക്ക് തന്നിട്ടില്ല, അത് തരണമെന്നും അതുപോലെ പോലീസ് അവിടെ ആ സ്ഥലത്ത് ഇവർ പറയുന്ന ആ സ്ഥലത്തുള്ള ഷോപ്പ് കീപ്പേഴ്സിനോടൊക്കെ അവിടുത്തെ CCTV ആ ദിവസത്തുള്ള CCTV ഡിലീറ്റ് ചെയ്യണമെന്ന് ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ഉള്ള കാര്യങ്ങളാണ് ഉപാധ്യായ സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ഇതിൽ ഉപാധ്യായ പറഞ്ഞിട്ടുള്ളത് FIR ഒന്നെങ്കിൽ റദ്ദാക്കണം, അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ഒരു ഇൻഡിപെൻഡന്റ് ഏജൻസി, അതായത് ഉത്തർപ്രദേശ് പോലീസ് അല്ലാതെ മറ്റൊരു ഇൻഡിപെൻഡന്റ് ഏജൻസിയെ ഏൽപ്പിക്കണമെന്നാണ് ഈ അഭിഷേക് ജേർണലിസ്റ്റ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുപോലെ ഈ ജേർണലിസ്റ്റ് പറയുന്നത് ഈ FIR എന്ന് പറയുന്നത് പക്ക കുക്ക്ഡ് സ്റ്റോറിയാണ് എന്നാണ് പറയുന്നത്. കാരണം ഉത്തർപ്രദേശിലെ പല കറപ്ഷൻസും ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഇവർ പറയുന്നത് FIR ചെയ്തിട്ടുള്ളത് പക്ക ഫേക്ക് ആണ്, ഫോൾസ് ആണ്. അത് മാത്രമല്ല, ഞാനൊരു ഇൻഡിപെൻഡന്റ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതിനൊക്കെ എന്നോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി, എന്നെ ഹരാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു FIR ഇവർ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എന്നെ പ്രൊട്ടക്ട് ചെയ്യണം, അറസ്റ്റിൽ നിന്നും അതുപോലെ മറ്റു കേഴ്സീവ് ആക്ഷനിൽ നിന്നൊക്കെ എന്നെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറഞ്ഞാണ് സുപ്രീം കോടതിയെ ഇവർ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. ഇവരുടെ അഡ്വക്കേറ്റ് പറയുന്നത്, സീനിയർ അഡ്വക്കേറ്റ് പറയുന്നത്, അയോധ്യ ഡൊണേഷൻ സ്കാം മാത്രമല്ല പല മറ്റു സ്കാംസും ഇവർ എക്സ്പോസ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഉത്തർപ്രദേശിലെ. അപ്പോൾ ഇതിനൊക്കെ പ്രതികാരം ചെയ്യുന്ന ഒരു FIR ആണ് ഇത് എന്നാണ് പറഞ്ഞത്. അതായത് ഇവർ പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് ഏജൻസി എന്ത് ചെയ്യണം, ഈ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്നും അതുപോലെ ഇവർക്ക് FIRന്റെ ഫുൾ കോപ്പി ഇതുവരെ കൊടുത്തിട്ടില്ല, അത് നൽകണമെന്നും കൂടിയാണ് ഈ ഒരു പെറ്റീഷണറുടെ അഡ്വക്കേറ്റ് പറയുന്നത്. ഓക്കെ, ഇതിലെ കേസ് എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ കംപ്ലൈന്റ് വെച്ചിട്ടുള്ള കേസ് എന്ന് പറയുന്നത്, ഒരു മോട്ടോർ സൈക്കിൾ എന്ത് ചെയ്തിട്ട് ഓടിച്ചിട്ട് പോകുമ്പോൾ ബലേനോ എടുത്തിട്ട് ഈ കാർ, അതായത് ഈ കാറിലെ ആള് ഈ പറയുന്ന ജേർണലിസ്റ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ ആ ബലേനോ കാർ പോയിട്ട് എന്ത് ചെയ്തിട്ടു, ആ സ്കൂട്ടറിനെ അടിച്ചു. അതിനുശേഷം ഡ്രൈവർ ത്രട്ടൻ ചെയ്തു എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, ഉപാധ്യായയുടെ പേര് പറഞ്ഞിട്ട് അവിടെ കണക്ഷൻ വന്നിട്ടുണ്ട് ആ കാറുമായിട്ട്. അങ്ങനെയാണ് ഉപാധ്യായ ഈ ഒരു കേസിൽ, അതായത് ഈ ജേർണലിസ്റ്റ് ഈ ഒരു കേസിൽ വന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഈ ജേർണലിസ്റ്റ് പറയുന്ന കാര്യം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിഷേധിച്ചിട്ടുണ്ട്. ഇതൊന്നുമല്ല സത്യം. സത്യം എന്ന് പറയുന്നത് ഓഗസ്റ്റ് 18-ാം തീയതി ഞാൻ എൻ്റെ മകളെയും കൂട്ടിയിട്ട് സ്കൂളിൽ നിന്ന് തിരിച്ചു വരികയാണ്. അപ്പോൾ ഒരു മോട്ടോർ സൈക്കിൾ എന്നെ അപ്രോച്ച്, എൻ്റെ കാറിന്റെ അടുത്തേക്ക് വന്നു. പക്ഷെങ്കിൽ അവിടെ, അതായത് ഷിപ്ര മാൾ എന്നാണ് പറഞ്ഞത്, അവിടെ യാതൊരു തരത്തിലുള്ള വയലേഷൻസ്, അതായത് ഒരു ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല. അയാൾ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. അവിടെ വന്നിട്ട് മുന്നിൽ നിർത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ എൻ്റെ മകൾ എൻ്റെ കാറിലുള്ളത് കൊണ്ട് ഞാൻ അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ തിരിച്ചു പോയി എന്നാണ് ഈ ഒരു ജേർണലിസ്റ്റ് മൊഴി കൊടുത്തിട്ടുള്ളത് സുപ്രീം കോടതിക്ക്. ഓക്കെ, അതുപോലെ ഈ ജേർണലിസ്റ്റ് പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ള ബൈക്കിന്റെ രജിസ്റ്റർ നമ്പർ. FIRൽ പറഞ്ഞിട്ടുള്ള കാര്യം സ്പ്ലെൻഡർ ബൈക്കാണ്, പക്ഷേ കൊടുത്തിട്ടുള്ള നമ്പർ മറ്റേതോ ബൈക്കിന്റെയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ടുള്ള സുപ്രീം കോടതി അവസാനം പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ആദ്യം തന്നെ പറഞ്ഞത്, നിങ്ങൾ ആദ്യം ഹൈക്കോടതിയെ അപ്രോച്ച് ചെയ്യുക, ഈ കേസ് റദ്ദാക്കാൻ പറയുക. അവർ റദ്ദാക്കിയിട്ടുണ്ടെങ്കിൽ ഫൈൻ കഴിഞ്ഞു, ഇല്ലെങ്കിൽ നമുക്ക് ഈ അന്വേഷിച്ച് മുന്നോട്ടേക്ക് പോകണം. കാരണം ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അന്വേഷിക്കേണ്ടി വരുമെന്നാണ് പറഞ്ഞത്. അതായത് ഇതിൽ ബെഞ്ചിലുള്ളത് ഒന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, അതുപോലെ ജസ്റ്റിസ് ജോയ്മൽ ബക്ഷി, അതുപോലെ V മോഹന, ഇവരൊക്കെയാണ് ബെഞ്ചിലുണ്ടായിരുന്നത്. ഇവർ ആദ്യം തന്നെ പറഞ്ഞത് ഒരു നോട്ടീസ് അയക്കും ഉത്തർപ്രദേശ് ഗവൺമെന്റിന് ഡയറക്റ്റ് ചെയ്യുന്നത്. അതായത് ഈ ഗാസിയാബാദ് പോലീസ് എന്ത് ചെയ്യണം, മുഴുവൻ FIR കോപ്പി എന്ത് ചെയ്യണം, ഈ അഭിഷേക് ഉപാധ്യായ ഈ ജേർണലിസ്റ്റിന് കൈമാറണം. അതുപോലെ തന്നെ പോലീസ് ഒരു അഫിഡവിറ്റ് തയ്യാറാക്കിയിട്ട് അതും അയക്കണം. അത് മാത്രമല്ല, ഈ ഒരു ഇപ്പോഴുള്ള FIRൽ മാത്രമല്ല ഇവർക്ക് താൽക്കാലികമായിട്ട്, അതായത് ഇവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, സാധിക്കില്ല എന്നാണ് പറഞ്ഞത്. ഇന്ററീം പ്രൊട്ടക്ഷൻ ഇവർക്ക് കൊടുക്കുന്നുണ്ട്. അത് ഇപ്പോഴുള്ള FIRൽ മാത്രമല്ല, ഫ്യൂച്ചറിൽ ഏതെങ്കിലും FIR കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനടക്കം ഈ ഒരു ഇന്ററീം പ്രൊട്ടക്ഷൻ, അതായത് അവരെ ഒരു കാരണവശാലും അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ആക്ഷൻസോ ഉത്തർപ്രദേശ് പോലീസിന് എടുക്കാൻ സാധിക്കില്ല. അതായത് ഉത്തർപ്രദേശ് പോലീസ് ഏതെങ്കിലും കേസ് ഇവർക്കെതിരെ ഇനി രജിസ്റ്റർ ചെയ്താലും അതും ഈ പ്രൊട്ടക്ഷന്റെ കീഴിലേക്ക് വരും. അതായത് ഇവരെ ഒരു കാരണവശാലും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇവരോട് പറഞ്ഞിട്ടുള്ളത് ഹൈക്കോടതിയെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഒരു സ്കാം, ഉത്തർപ്രദേശിലെ പല സ്കാമും, ഈ അയോധ്യ മാത്രമല്ല പല സ്കാമും ഈ ജേർണലിസ്റ്റ്, അതായത് ഇൻഡിപെൻഡന്റ് ജേർണലിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ള
അപ്പോൾ ഈ ജേർണലിസ്റ്റ് പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ കൊണ്ടുവരുന്ന ആൾക്കാരുടെ അവസ്ഥ ഇതാണ്. അതായത് ഒരു കാര്യം എക്സ്പോസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പേരിൽ കേസെടുക്കുക, കള്ള കേസെടുക്കുക. ഇതൊക്കെ പക്ക ഫാബ്രിക്കേറ്റഡ് കേസാണെന്ന് ഈ പറഞ്ഞ കാര്യത്തിൽ തന്നെ വ്യക്തമാണ്. ഇനി അന്വേഷണം ഉത്തർപ്രദേശ് അന്വേഷിക്കുക, അതായത് ഉത്തർപ്രദേശ് പോലീസ് അന്വേഷിക്കരുത് എന്നാണ് പറഞ്ഞത്. ഒരു ഇൻഡിപെൻഡന്റ് ഏജൻസിനെ കുറിച്ച് കൊണ്ട് അന്വേഷിപ്പിക്കണം എന്നാണ് പറഞ്ഞത്. ഇവിടെ രാജ്യത്ത് ഏതാണ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ എനിക്കറിയില്ല. ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.